वो ठीक। या ठीक ठीक। होटल ठीक ना? या ये है शाकिर भाई। तो आज हम लोग किधर किधर जाएगा? आज जाएगा हम टुलिप गार्डन, हाँ निशात, शालीमोर, हाँ हजरत बल, हाँ जामिया मस्जिद, लाल चौक। ओके लाचो की ही है ना? हाँ लाल चौक। നമ്മൾ ആദ്യം തുലീപ് ഗാർഡനാണ് പോണേ. അപ്പോൾ നേരെ ഷക്കീർ ഭായിയുടെ വണ്ടിയിൽ കയറി അങ്ങനെ പോവുകയാണ്. ഈ കാണുന്നത് സൺഡേ മാത്രമുള്ള മാർക്കറ്റാണ്. എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റില്ല. ഇന്ന് സൺഡേ ആറ് മാത്രമാണ് ഇത്രയും തുണിയും ചെരുപ്പ് എല്ലാ സാധനവും ഇട്ടിട്ടുള്ളത്. ഫ്രൂട്ട് ഇവിടെ ഇല്ല, ഫ്രൂട്ടിൻ്റെ വേറെ സ്ഥലമാണ്. ശ്രീനഗറിൽ അങ്ങനെ പല തരം തിരിച്ചിട്ടുള്ള മാർക്കറ്റിലാണ്. സൺഡേ മാത്രം ഇവിടെ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. തുണി അടക്കം എല്ലാ ഐറ്റംസും ഉണ്ട്. പലർക്കും ഇവിടെ കണ്ടില്ല. അങ്ങനെയുള്ള ഐറ്റംസ് കുറേ ഉണ്ട്. ഈ തുണി പോലത്തെ അത് ഇത്തിരി സസ്തയിൽ തന്നെ കിട്ടും. കുറച്ച് വില കുറച്ച് തന്നെ ഇവിടെ കിട്ടും. അത് കണ്ടമാനമുണ്ട്. നമ്മൾ 1 കിലോമീറ്ററൊന്നുമില്ല, അത് അങ്ങനെ കിടക്കുകയാണ്. അതിലിപ്പോൾ അധികം ക്വാളിറ്റി കുറഞ്ഞതും കുറച്ച് വില കുറഞ്ഞൊക്കെ ആയിരിക്കാം. പക്ഷേ അത്യാവശ്യം ഇതൊക്കെ മതിയാവും. 1-2 ദിവസത്തേക്കൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ മതിയാവും. അപ്പം എൻ്റെ അടുത്ത് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഈ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്ന സ്ഥലം ഡാൽ ലേക്കാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജമ്മുവിൽ നിന്ന് വന്നപ്പോൾ വണ്ടി നിർത്തിയത്. അവിടെ നിന്ന് തന്നെ ഇറങ്ങി നടന്നോളണം. അപ്പോൾ ഇതിപ്പോൾ ഡാൽ ലേക്ക് എത്തി. ഈ അടുത്ത വർഷം ഡാൽ ലേക്ക് തുടങ്ങുന്ന സ്ഥലമാണ്. ഇന്നലെ ഞാനിവിടെ പോയ സ്ഥലം തന്നെയാണ് ഇതെല്ലാം. ഇന്നിപ്പോൾ രാവിലെ ഒന്നുകൂടെ കാണുന്നേ ഉള്ളൂ. ഇനി എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവറുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇന്ന് ഫുള്ള് ഓട്ടോ എടുത്തേക്കാണ്. 1200 രൂപ പറഞ്ഞത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു 1300 വാങ്ങിച്ചു. പിന്നെ ഒരു 100 രൂപയുടെ ഫുഡ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ ഓട്ടോയിൽ കയറാൻ തോന്നും. കാരണം ഇവർ ഭയങ്കര നല്ല സഹകരണമാണ്, നല്ല പെരുമാറ്റമാണ്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് കിട്ടും. ഇപ്പോൾ അങ്ങനെ ട്രാഫിക് ബ്ലോക്കിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ കണ്ടത് നമ്മളൊരു ഗട്ടാണ്. അവിടെ ഒരു 6-7 ഗട്ടുണ്ട്. ഗട്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഷിക്കാരി കയറി പോവാം. സോ ഈ പിന്നെയും ഈ ഇന്നലെ പോയ അതേ സ്ഥലത്തേക്കാണ് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ചുറ്റിയാണ് പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 15 കിലോമീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് എല്ലാ മുഗൾ ഗാർഡനും ഷാലിമാർ ഗാർഡനും ഒക്കെ. ഷാലിമാർ ഗാർഡൻ എന്ന് വെച്ചാൽ മുഗൾ ഗാർഡൻ തന്നെയാണ്. പിന്നെ തുലീപ് ഗാർഡൻ, നിഷാന്ത് ഗാർഡൻ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വരുന്നത്. പിന്നെ ഒരു അക്ബർ കിലയുണ്ട്. അങ്ങേറ്റത്ത് കാണുന്ന ഒരു മലയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടാണ്. ആ മലയുടെ മുകളിലാണ് അക്ബർ വെച്ച ഒരു കില, ഒരു ചെറിയൊരു കോട്ട. ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്ന പൊങ്ങിക്കുന്നത് ഇടതുവശത്ത്. ആ വലതുവശത്ത് ഇപ്പോൾ കാണുന്നത് ഒരു കൺവെൻഷൻ സെൻ്ററാണ്. ഷെറി കാശ്മീരി കൺവെൻഷൻ സെൻ്റർ എന്നാണ് എൻ്റെ പേര്. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഒരു ഹോട്ടലാണെന്നാണ്. പക്ഷേ അതൊരു ഹോട്ടൽ കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ അവിടുത്തെ മരങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നല്ല ഹൈറ്റുള്ള മരങ്ങളാണ്. ഇത് കാശ്മീരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഇങ്ങനത്തെ ഫേൺസ് പോലത്തെ മരങ്ങൾ ഉണ്ടാകുന്നു. ഈ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന മരങ്ങളെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സ് തോന്നിയത്. എല്ലാം ഇങ്ങനെ നമ്മൾ ഈ പൂത്തൊളിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലത്തെ മരങ്ങളാണ്. ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ടൊക്കെ നിൽക്കും. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ പോകേണ്ട വന്നു. നമുക്ക് തുലീപ് ഗാർഡനിലേക്ക് പോകാൻ. തുലീപ് ഗാർഡൻ 2 ദിവസം മുമ്പാണ് ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ ഒരു പ്രവാഹം അങ്ങോട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പോകുന്നവരെല്ലാം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഈ ലേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ പല സ്കീയിങ്ങും പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിതൊക്കെ നൈനിറ്റാളിലും കണ്ടിട്ടുണ്ട് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ മരങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. മരങ്ങൾ പച്ച മരങ്ങളുണ്ട്. പിന്നെ കുറേ പൂക്കളുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലെത്തി. എന്നെ അവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് നമുക്ക് നടന്നു പോകാനുണ്ട്. ഒരു 1.5 കിലോമീറ്റർ നടന്നാലേ തുലീപ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇന്ന് നല്ല ടൂറിസ്റ്റ് ഇൻഫ്ലോ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. ഇനി തുലീപ് ഗാർഡൻ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ നടന്ന് 1 കിലോമീറ്ററോളൊക്കെ നടന്ന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ പോകണം. അപ്പോൾ ഇവിടെ കുറേ പിച്ചക്കാരൊക്കെ ഇരിപ്പുണ്ട്. ചെന്നപ്പോൾ തന്നെ 2-3 പിച്ചക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ഭയങ്കര ശല്യം തന്നെയാണ്. എനിവേ ഇപ്പോൾ ഈ സൈഡ് കാണുന്നതെല്ലാം നമ്മളിങ്ങനെ ഇവർ തുണി കൊണ്ട് മറച്ച് വെച്ചേക്കാണ്. നമ്മൾ പെട്ടെന്നൊന്നും നമ്മളെ അവരെ തുലീപ് ഗാർഡൻ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു കൊള്ളാം, അത് നല്ല ഐഡിയ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടാവുക എന്നുള്ളതാണ്. അത് എനിക്കും ഇഷ്ടമായി. കാരണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ത്രില്ല് പോവും. സോ ഇവിടെ നിന്ന് ആ ഒരു പച്ച സാധനം വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെയൊക്കെ CRPF ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് CRPFകാരുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കണം കാശ്മീരാണ്, ടെററിസമുള്ള ഏരിയയാണ്. 75 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഉള്ളിൽ കയറിയപ്പോൾ തൊട്ട് നമുക്ക് തുലീപ് ഗാർഡൻ കാണാനുള്ള സൗഭാഗ്യം വന്നു. ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള പൂക്കളാണ്. എല്ലാത്തിൻ്റെ പേര് വെച്ച് ഡഫോഡിൽസ് ഉണ്ടൊക്കെ ഉണ്ട്. എനിക്ക് കാര്യമായിട്ട് ഇതിനെ പറ്റിയുള്ള വിവരമൊന്നുമില്ല. എന്നാലും ഒരു പൂവാണെന്നറിയാം. പൂ കാണുമ്പോൾ നമ്മളെല്ലാം സന്തോഷിക്കുമല്ലോ. പൂവിൻ്റെ ശരിക്കുള്ളൊരു പർപ്പസ് വെച്ചാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഇതെല്ലാം തുലീപ്സാണ്. ഇതിൽ ഈ ഒരു മഞ്ഞ ചെടി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഇലയൊന്നുമില്ല, ഫുള്ള് പൂക്കൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മഞ്ഞ ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു മഞ്ഞ പൂക്കളുള്ള ഒരു ചെടി, അതുപോലെ വെള്ള പൂക്കളുള്ള വലിയൊരു മരമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ.
അതൊരു സംഭവം തന്നെയാണ്. നമ്മളങ്ങ് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 75 രൂപ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അവർ നമ്മൾ കാണിക്കുന്നത് ശരിക്കും 75 രൂപയ്ക്ക് വർത്തായ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ. കാരണം ഇവരുടെ അത്രയും ഭംഗിയുള്ള ആരും ഇല്ലല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ ജീവനുള്ള വസ്തുക്കളിൽ. സത്യം പറഞ്ഞ ലൈഫിൽ കോരിത്തരിച്ചു പോയ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു നിമിഷമാണിത്. തുലിപ് ഗാർഡൻ ഇത്രയും മനോഹരമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തുലിപ് ഗാർഡൻ ശരിക്കും മനോഹരം തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാക്കുന്ന വേറെ കാര്യം, നമുക്ക് ഇതേപോലത്തെ സ്ഥലം നമുക്ക് മൂന്നാറിലുണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാമായിരുന്നു. അതായത് അവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവിടേക്ക് എന്തൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. പക്ഷെ നമ്മുടെ സർക്കാർ ആരും അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല ഒരു മെയിൻ്റനൻസ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇവർ ഈ ചുരുങ്ങിയ സ്ഥലത്തിൽ അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇവർ പുറത്തുനിന്നൊക്കെ ഇറക്കുന്നത് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന തുലിപ്പ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. തുലിപ്പ് മാത്രം ഡഫോഡിൽസ് ഒക്കെ ഉണ്ട്. ഇതിന് നേരത്തെ ഒരു ഹോർട്ടിക്കൾച്ചർ സെൻ്റർ എന്ന ഒരു പേരായിരുന്നു ഇതിന്. പക്ഷേ ഇപ്പോൾ ഇത് ഇന്ദിരാഗാന്ധി തുലിപ് ഗാർഡൻ എന്ന് പറഞ്ഞ് പേര് മാറ്റുന്നുണ്ട്. 2007 തുടങ്ങിയതാണിത്. ഇതൊരു വലിയ സംരംഭമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇത് കാണാൻ വേണ്ടി പല സ്ഥലത്തുനിന്നും, ഇന്ത്യയുടെ പല സ്ഥലത്തുനിന്നും പുറത്തുനിന്നൊക്കെ ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഫോറിനേഴ്സിന് 200 രൂപയും ഇന്ത്യൻ അഡൽറ്റിനാണ് 75 രൂപയാണ്. ഇതാണ് ശരിക്കും ക്യാഷ് ജനറേഷൻ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണണ്ടേ. അത് ബിസിനസ് ശരിക്കും ഓടിക്കാൻ പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതൊന്നും കാണാനില്ല. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വളരെ മോശമാണെന്ന് ഇതിൽ പറയാനുണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന നിലയ്ക്ക് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള വെതർ കണ്ടീഷൻസ് മീൻസ് ആ ഒരു ഏരിയയിൽ മാത്രമുള്ള തണുപ്പുള്ള ഏരിയ അങ്ങനെ വല്ലതുണ്ട്. അവിടെയൊക്കെ വെച്ച് നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് തന്നെയാണ്. തുലിപ് ഗാർഡനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡൻ എന്നുള്ള ഈ ഗാർഡൻ ഇന്നലെയാണ് ഓപ്പൺ ആക്കിയത്. ഏപ്രിൽ മുഴുവൻ ഉണ്ടാവും. ഏപ്രിൽ 2nd വീക്ക് തൊട്ടാണ് ഇവിടെ ശരിക്കും തുലിപ് ഗാർഡൻ ഫെസ്റ്റിവൽ വരുന്നത്. അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രമേ ശരിക്കും ഇത് പൂവായിട്ട് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പൂവൊന്നുണ്ടാവില്ല. ഇത് ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് തുലിപ് ഗാർഡനാണ്. ഏഷ്യയിലെ, ഞാൻ വേൾഡിലല്ല പറഞ്ഞത്. ഇത് ഇവിടെ ഒരു ഫ്ലോറിക്കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീർ ഗവൺമെൻറ് ചെയ്തൊരു കാര്യമാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ പൂവ് വന്നേ ഉള്ളൂ. ചില സ്ഥലത്തൊക്കെ പൂവായിട്ടുണ്ട്. ഒരു ഏപ്രിൽ 2nd വീക്ക് ആകുമ്പോഴേക്കും ശരിക്കും ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും തീരുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൂവൊന്നും കാണില്ല. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം അറിഞ്ഞുകൊണ്ട് വന്നല്ലെങ്കിലും വരാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവരെല്ലാം കാണാനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പുറത്തുനിന്നും ഇവർ തുലിപ്പ് കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ മാസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ തുറന്നേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് ഞാൻ ഇന്നതൊന്നും അറിയാണ്ട് ഇന്നലെ എത്തി. ഇന്ന് രാവിലെ ഇത് കാണാനും പറ്റി. സോ അതെൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. ഇപ്പോൾ തന്നെ അല്ലാണ്ട് തുലിപ്സ് മാത്രമല്ല വേറെ അല്ലാതെ ഉള്ള ഫ്ലവേഴ്സൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ഓർഗനൈസേഷണൽ കപ്പാസിറ്റി, ഒരു എബിലിറ്റിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് മാത്രം ഈ സംഭവം വർക്കിംഗ് ആക്കാനും പിന്നീട് ഇതിൻ്റെ ഒരു ഗാർഡൻ്റെ ഒരു ഡിസൈനൊക്കെ അടിപൊളിയാണ്. ഈ ഒരു മരമാണ് എന്നെ ഹഠാത ആകർഷിച്ചത്. ഹഠാത എന്നെ പലതും ഇവിടെ എൻ്റെ ആകർഷിക്കുന്നുണ്ട്. ഈ ഒരു വൈറ്റ് പൂവ് മാത്രമേ, ഇലയൊന്നും ഉണ്ടാവില്ല. അതേപോലെ ബാക്കിയുള്ളതിനൊക്കെ ഒരു വയലറ്റ് പൂ, പിന്നെ ഒരു മഞ്ഞപ്പൂ, എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല ഇതിൽ. ചെടിയിൽ ഇലയില്ല, വേറെ സംഭവങ്ങളൊന്നുമില്ല, ഇത് മാത്രം. അത് ശരിക്കും ഞാൻ ആദ്യം ഓർത്തത് കടലാസ് കൊണ്ട് വെച്ചാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ പോയി തൊട്ടൊക്കെ മനസ്സിലാണ് ഇതെല്ലാം പൂ തന്നെയാണ്, ആർട്ടിഫിഷ്യലൊന്നും അല്ല, നാച്ചുറലായിട്ട് തന്നെയാണ്. ഈ കാണുന്ന മരങ്ങളൊക്കെയാണ് പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന മരങ്ങളെന്ന് എനിക്ക് മനസ്സ് തോന്നിയത്. പൂത്തൊളിഞ്ഞിങ്ങ് നിൽക്കുകയാണ്. പൂവില്ലെങ്കിലും അതിൻ്റെ ഇല കാണുമ്പോൾ പൂത്തൊളിഞ്ഞ് നിൽക്കണം ഒരു വൃക്ഷമായിട്ട് തോന്നും. ഇങ്ങനെ ഈ വയലറ്റ് കളറ്, റെഡ് കളറ്, ഇതിവിടെ കളറ് ഇല്ലാത്ത എല്ലാ തരം കളറും ഉണ്ട് ഒരുമാതിരി. ഇതാണ് ഞാൻ ഈ പൂത്തൊളിഞ്ഞ മരം. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൽ ഇംഗ്ലീഷ് പല പേരും പറഞ്ഞേക്കാം. പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോകും. ഇതിൽ ബയോളജി പഠിച്ച ആൾക്കാരാരെങ്കിലും കമൻറ്റിൽ വരിക, പറഞ്ഞു തരിക. എനിക്കറിയാൻ പാടാത്ത കാര്യങ്ങളില്ല. ഇതിലെനിക്ക് 0 നോളജ് മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ ആസ്വദിക്കാൻ മാത്രമുള്ള കഴിവേ ഉള്ളൂ. പൂ നിൽക്കുന്ന ഒരു മരം കണ്ടാൽ നമുക്ക് ആസ്വദിക്കാൻ ശരിക്കും കഴിവുണ്ട്. അല്ലാണ്ട് ഇതിൻ്റെ പേരൊക്കെ പഠിച്ചു വയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിവേ, ഇത് മുഗൾ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവരുണ്ടാക്കിയൊരു സംഭവം. നടുവിലൂടെ ഒരു സ്ട്രീം പോലെ ചെയ്തിട്ട് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുക. കുറേ ദൂരം നോക്കി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി പോലെ തോന്നുക. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. അത് ഇവിടെ ഉള്ള എല്ലാ ഗാർഡനിലും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പീച്ചി ഡാമിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ തന്നെ ഒരു ചെറിയൊരു വേർഷൻ ആണെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ താജ്മഹലിൻ്റെ മുമ്പിൽ ഇതേപോലത്തെ ഒരു വേർഷൻ ചെറുതായിട്ടുണ്ട്. ഇതെല്ലാം മുഗൾ ഗാർഡൻസിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇങ്ങനെ നടുക്കൂടെ ഒരു ചെറിയൊരു നാലി പോലെ ഉണ്ടാക്കുക, അപ്പുറത്തും കാണുന്നൊക്കെയാണുള്ളത്.
2 ദിവസം മുമ്പ് തുറന്നു കൊടുത്താണ് ഈ ഗാർഡൻ എന്നാണ് കേട്ടത്. ഇപ്പോൾ ഇവർ കുറേ നട്ടിട്ടുണ്ട്, പലതും ഫ്ലവേഴ്സ് വരുന്നേ ഉള്ളൂ. സോ കുറച്ച് കാലം കഴിഞ്ഞാൽ സീസൺ ഇതിൻ്റെ ഒരു സീസണാണെന്ന് കേട്ടത്. അതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ഇൻഫ്ലോ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം മിനിങ്ങാന്ന് ഓപ്പണാക്കി ഞാൻ കേട്ടത്. ഇവിടെ ഇവർ ശരിക്കും മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡഫോഡിൽ ഇത് തുലിപ്സ്, പിന്നെ ബാക്കിയുള്ള ചെടി നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും അവർ കടത്തിടാൻ സമ്മതിക്കില്ല. പക്ഷേ പിന്നെ ഇവിടെ ഒരു ഡിസിപ്ലിൻ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, കുറച്ച് ഡിസിപ്ലിനാണ് ഇവിടെ എല്ലാവർക്കും. ഈ ചെടി കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ഇത് രസമുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാം രസമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്കൂടെ ആ ഭംഗി കുറച്ച് കിട്ടണ പോലെയാണ്. ഇതൊക്കെ ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. 1 മാസത്തേക്കായിരിക്കും മിക്കവാറും ഇതിങ്ങനെ നിൽക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സോ ആ 1 മാസത്തേക്ക് ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് ഇൻഫ്ലോ ആയിരിക്കും. ഞാൻ കുറച്ചും പറഞ്ഞ പോലെ തന്നെ കുറേ ദൂരെ നമുക്കിങ്ങനെ മരങ്ങളൊക്കെ കാണാം. അതിങ്ങനെ വെള്ളപ്പൂക്കളുള്ള മരങ്ങളാണ്, പിന്നെ മഞ്ഞപ്പൂക്കളുള്ള മരങ്ങളുണ്ട്. ഇതൊക്കെ തുലിപ്സ് തന്നെയാണ്, റെഡ് തുലിപ്സ്. തുലിപ്സ് പല പല കളറിലൂടെ കാണാം. യെല്ലോ കാണാം, റെഡ് കാണാം, വയലറ്റ് കാണാം. അങ്ങനെ പറഞ്ഞറിയിക്കേണ്ട, നിങ്ങൾ കണ്ടറിയണ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ചെടി എന്നെ ഹഠാതെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെടി നമ്മുടെ വീട്ടിൽ വളരില്ല എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വളരുന്നില്ല. ഒരുപക്ഷെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ആയിരിക്കാം. പക്ഷേ ഇങ്ങനൊരു ചെടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും നമ്മുടെ മുറ്റമൊക്കെ കാണാൻ. തുലിപ്സ് 75 സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ ആൻഡ് വൈറ്റ് ഇങ്ങനെ 5 തരം കളറുണ്ട്. ഇത് തുലിപ്പ് എന്നുള്ള പേര് വന്നത് ടർബൻ എന്ന പേരിൽ നിന്നാണ് പറയുന്നത്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തൊപ്പി പോലെ ഉണ്ടല്ലോ, ടർബൻ പോലെ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. ഇത് സെൻട്രൽ ഏഷ്യയിലും യൂറോപ്പിലൊക്കെ പണ്ടേ ഉള്ളതാണ്. അങ്ങനെ ഈ മനോഹരമായ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും വിടില്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തേക്കും കൊണ്ടുപോകുമല്ലോ. പിന്നെ ഇതിൻ്റെ ക്ലൈമാറ്റിക് അവസ്ഥയിൽ ഒരു പ്രത്യേക തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വളരുള്ളൂ എന്ന് മാത്രമാണ്. ഈ ഒരു യെല്ലോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ആ ഒരു ചെടി. എന്തായാലും നമ്മുടെ നാട്ടിൽ വളരാൻ എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ ഇവിടെ ഇതിലൊന്നുമില്ല, ഇതിൽ ഇലയില്ല, ഒന്നുമില്ല. പക്ഷേ ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു തണ്ട് തന്നെ കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടില്ലാത്ത കാരണം നമുക്ക് അതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ കാണുന്നത് ചിലപ്പോൾ ഇനി അതിൻ്റെ പൂ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്നറിയില്ല. ഈ കാണുന്നതെല്ലാം വൈറ്റ് പൂക്കൾ നിറഞ്ഞ മരങ്ങളാണ്. ഇതൊറ്റ മാസത്തേക്കാണ്. ശരിക്കും നമ്മളുടെ ഈ ഒരു പ്രകൃതിയിലെ ഏറ്റവും വലിയ സുന്ദരന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷികളും പിന്നെ ഈ പൂക്കളുമാണ്. ഇവരുടെ ജീവിതമാണ് നമ്മളെ ശരിക്കും ആകർഷിക്കുന്നത്. കാരണം കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, പക്ഷേ ഉള്ളപ്പോൾ നല്ല സുന്ദരനും സുന്ദരിയായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരിച്ചു പോവുക അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോവുക. അവരുടെ ഫങ്ഷൻ നടന്നു. അതൊരു രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന കാര്യങ്ങളാണ് ഈ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ. സെയിം ആസ് ബേഡ്സ്. സോ ഇത് 1 മാസത്തേക്കുള്ളെന്ന് വിചാരിക്കുക. 1 മാസത്തേക്കുള്ള ഒരു സൗന്ദര്യമാണ് അവർക്കുള്ളത്. പക്ഷേ ആ ഉള്ളപ്പോൾ നന്നായിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്, സൗന്ദര്യം കാണിക്കുന്നു. അപ്പോൾ അവരെ കൂടെ നിന്ന് നമ്മളും ചിലപ്പോൾ സുന്ദരന്മാരായിട്ടൊക്കെ മാറിപ്പോകും. ഇവിടെ ഈ ഇങ്ങനെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ പേരും മനസ്സിലായില്ലെങ്കിലും ഇത് നല്ല രസമുണ്ട്. ഈ പല വെറൈറ്റി മരങ്ങളാണ്, വൃക്ഷങ്ങൾ. പൂ മാത്രമുള്ള ഇല, ഒറ്റ ഇല കാണാനില്ല. അപ്പോൾ എന്നാൽ അപ്പുറത്തെ ഒരു മരമുള്ളതാണെങ്കിൽ എല്ലാം ഗ്രീനിഷാണ്, അതിൽ പൂവില്ല. ഇത് യെല്ലോ തുലിപ്സാണ്. പിന്നെ ബാക്കി എല്ലാവരും മെഡോ റീജിയനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു ഭയങ്കര വെറൈറ്റി ലുക്കാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കിയെടുത്താണെങ്കിലും ഇത്രയും ഏരിയയിൽ അവർ പ്ലാൻ ചെയ്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഞാനിവിടുന്ന് പോവുകയാണ്, എക്സിറ്റ് അടിച്ചു. കുറച്ച് ഇപ്പോൾ നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഞാൻ കയറേണ്ട വന്നു. എല്ലാം കയറി പോവുകയാണ്. ഇവിടെ 24 രൂപയുള്ളൂ കയറി പോകുന്ന ടിക്കറ്റ്. എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് അത്യാവശ്യം തന്നെയാണ്, കാരണം അവർക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്യാഷ് വേണമല്ലോ. സോ അവിടെ കയറിയിട്ട് ഒന്ന് ഒരു ഓട്ട പ്രശ്നം ചെയ്യുന്നുള്ള സത്യം. ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ തുലിപ്സ് ഇല്ല, ബാക്കി എല്ലാ മരങ്ങളും ഉണ്ട്. ഈ മഞ്ഞച്ചെടിയുള്ള മഞ്ഞ മരം, പിന്നെ വെള്ളപ്പൂക്കളുള്ള മരം, ഇതെല്ലാം ഇവിടെ ഉള്ളുണ്ട്. പിന്നെ ഇതിലൊരു മുഗൾ ആർക്കിടെക്ചറിൻ്റെ വരുന്ന കുറച്ച് ചെടികളും ഒക്കെ ഉണ്ടെന്ന് മാത്രം. ഒരു ലേക്ക് ഉണ്ട് ഇതിൻ്റെ ലെഫ്റ്റിലായിട്ട്, ചെറിയൊരു ലേക്ക് പോലെ സ്ഥലമുണ്ട്. ഇതൊരു ഓട്ട പ്രശ്നത്തിലൂടെ ഞാനിത് കാണുകയുണ്ടായത്. കാരണം ഇന്ന് എനിക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ട്, മുഗൾ ഗാർഡൻസ് എല്ലാം കാണാനുണ്ട്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും നമുക്ക് തുലിപ് ഗാർഡൻ്റെ ഒരറ്റം കാണാൻ പറ്റും. തുലിപ് ഗാർഡൻ അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കാണ്, അവിടെ അത് മാത്രം ചെയ്തേക്കാണ്. തുലിപ്സ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ഇവിടെയും ആളുകൾ വരുന്നുണ്ട്. ശരിക്കും ഒരു ദിവസം മുഴുവൻ കാണാനുള്ള ഒരു സംഭവം ഉണ്ട് തുലിപ് ഗാർഡനും ഇതൊക്കെ കൂടി കാണുകയാണെങ്കിൽ. അപ്പോൾ ശരി, ന്യായമായിട്ട് പറയുകയാണെങ്കിൽ 1, 2, 3, 4 ദിവസത്തേക്ക് കാശ്മീർ മുഴുവൻ കാണാനുണ്ടെന്നുള്ള സത്യം. ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് ഓടിച്ചാടി കാണുകയുള്ളൂ.
പക്ഷെ ഓടിച്ചെടുത്ത് കാണുമ്പോൾ ഞാൻ കഴിവതും വീഡിയോ എടുക്കാനാണ് നോക്കുന്നുണ്ട്, കാരണം പിന്നെ ഇത് ഓർമ്മയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വലിയ വലിയ മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നെഹ്റു മെമ്മോറിയൽ ബോട്ടണിക്കൽ ഗാർഡനിൽ നല്ല മരങ്ങളുണ്ട്. മരങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം. പല വെറൈറ്റി. നമ്മുടെ ക്രിസ്മസ് ട്രീ കുറേ ഞാൻ കണ്ടു ഇതിൻ്റെ ഉള്ളിൽ. ക്രിസ്മസ് ട്രീ നമ്മൾ ശരിക്കും വലുത് ഞാൻ കാണുന്നത് എന്തായാലും ഇതിൻ്റെ ഉള്ളിലാണ്. അത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന ക്രിസ്മസ് ട്രീ വളരെ ചെറുതായിട്ട് ഞാൻ കണ്ടേക്കണം, പക്ഷേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ക്രിസ്മസ് ട്രീ ശരിക്കും വലുതായിട്ട് വളർന്നിക്കണം കാണാൻ ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ ഇതൊരു പ്രത്യേക എനിക്ക് തോന്നുന്ന ഒരു മിക്സിങ് ഓഫ് ആർക്കിടെക്ചറാണെന്ന് തോന്നുന്നു. ഇതിൽ മുഗൾ ഗാർഡൻ്റെ ഒരു സ്റ്റൈലും ഉണ്ട്. മുഗൾ ഗാർഡൻ എന്നാൽ ഫുള്ളായിട്ടില്ല. ഇവരെല്ലാം കൂടി ഒരു ബൊട്ടണിക്കൽ ഗാർഡൻ എന്ന ലെവലിലും വച്ച് പിടിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഫോളോ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിസ്മസ് ട്രീസാണ് ഈ കാണുന്നതെല്ലാം മിക്കതും. ഇതൊരു കൂടി എപ്പിസോഡ് 4 തീരുകയാണ്.